ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ആത്മീയാഗ്നി പരിശുദ്ധാത്മാഭിഷേക ധ്യാനത്തിലേക്ക് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പന്തക്കുസ്ത ദിനത്തോടടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ, പുതിയ സൃഷ്ടികളായി രൂപാന്തരം പ്രാപിക്കുവാൻ നമുക്കേവർക്കും പ്രാർത്ഥിക്കാം, ഒരുങ്ങാം. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്, അവിടെ ദൈവിക കൃപാവരങ്ങളുണ്ട്. നമ്മളിലുള്ള ആ ദൈവിക ചൈതന്യത്തെ വളർത്തുവാനും പരിപോഷിപ്പിക്കുവാനും ആത്മാവിൻ്റെ ചൈതന്യത്തിൽ കൂടുതലായി അഭിഷേകം പ്രാപിക്കുവാൻ പ്രിയമുള്ളവരെ, ഈ 10 ദിനങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് ഇന്നിൻ്റെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ കർത്താവെ, അപ്പസ്തോലന്മാരെ നയിച്ച ആ ദൈവത്തിൻ്റെ ചൈതന്യത്താൽ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളായിരിക്കുന്ന ജീവിത സാഹചര്യത്തിൽ ധൈര്യത്തോടെ, ശക്തിയോടെ, പ്രത്യാശയോടെ ദൈവവചനത്തിന് സാക്ഷ്യം വഹിക്കുന്ന ജീവിതം നയിക്കുവാൻ ഈശോയെ ആത്മാവിന്റെ നിറവിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ, അഭിഷേകം ചെയ്യണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്കൊന്ന് കരങ്ങൾ കൂപ്പാം, കണ്ണുകൾ അടയ്ക്കാം. ഈശോയെ, ഞങ്ങളുടെ ആത്മാവിനാല്, സ്ലേഹന്മാരെ നയിച്ച ആത്മാവിനാല് ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ, ഞങ്ങൾക്ക് ശക്തി നൽകണമേ. അപ്പസ്തോലർ ആരാധിച്ച പരിശുദ്ധാത്മാവെ, ഞങ്ങളിലേക്ക് തീനാവുകളായി ഇറങ്ങി വന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആത്മാവായ ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തണമേ. പ്രാർത്ഥനയോടെ നമുക്ക് ഈ ഗാനത്തോട് ചേരാം. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് ഇതിന്റെ ചൈതന്യം ഒഴുക്കണമേ, ഞങ്ങളിലേക്ക് ഇതിന്റെ ശക്തി പകരണമേ. പ്രത്യാശയോടെ നമുക്കൊന്നു ചേർന്ന് കരമടിച്ച് ദൈവത്തെ ആരാധിച്ച് ആത്മാവിന്റെ നിറവിന് വേണ്ടി ആഗ്രഹിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ. ായി ഞങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ചേർന്ന് പാടട്ടെ. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, എല്ലാവരും വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, സന്തോഷത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളികമുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളികമുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. എറിയണമേ നീ എന്നുള്ളിൽ തീനാവുകളാ, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. എറിയണമേ നീ എന്നുള്ളിൽ തീനാവുകളാ, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയൊരു അഭിഷേകക്കാറ്റെ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 എല്ലാവരും വിളിച്ച് ആഗ്രഹത്തോടെ പരിശുദ്ധാത്മാവേ, 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 പ്രാർത്ഥനയോടെ ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. ഒരിക്കൽ കൂടി പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരുകരങ്ങളും സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി. ഹല്ലേലൂയ,
ഹല്ലേലൂയ ഹൃദയത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ 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 എല്ലാവരും സ്തുതിക്കട്ടെ ഹല്ലേലൂയ 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 കർത്താവായ ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഹല്ലേലൂയ 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 തുടർന്നുള്ള വചന മണിക്കൂറിനെ ദിവ്യകാരുണ്യ ആരാധന അഭിഷേകത്തിന് നിറവാക്കി മാറ്റണമേ ഹല്ലേലൂയ 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 യേശുവേ ആരാധന ഹല്ലേലൂയ 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 ഇരുകരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് ആത്മാവായ ദൈവമേ വചനമണിക്കൂറിലേക്ക് നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ ഞങ്ങളെ നയിക്കണമേ. വചനം ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി രൂപാന്തരപ്പെടുത്തുവാൻ നാഥ കൃപയരുളണമേ. ഈശോയിലെ സ്നേഹം നിറഞ്ഞവരെ, പന്തക്കുസ്ത ഒരുക്ക ശുശ്രൂഷ, ആത്മീയ അഗ്നി ശുശ്രൂഷ, പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിച്ച് ഒരുങ്ങുന്ന ദിനങ്ങളാണ്. ഈസ്റ്റർ കഴിഞ്ഞ് നമ്മളിതാ വീണ്ടും സ്ലീഹന്മാർ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങിയതുപോലെ നമ്മളും പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, അഭിഷേകം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സ്വന്തമാക്കുവാനായി ആഗ്രഹിച്ച് ഉണർവോടെ പ്രാർത്ഥിക്കുന്ന പന്തക്കുസ്ത ഒരുക്കത്തിൻ്റെ 10 ദിനങ്ങൾ. ഈ ആത്മീയാഗ്നി ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ആത്മാവിൻ്റെ നിറവിനാൽ നയിക്കപ്പെടുന്ന ദൈവിക ചൈതന്യം തുളുമ്പുന്ന മനുഷ്യരായി ജീവിക്കുവാൻ കർത്താവേ, നിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകി ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ചേർന്ന് പറയാമോ? ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മളിൽ എല്ലാവരിലും ഉള്ള ദൈവിക ചൈതന്യം, അപ്പോൾ ഈ ദൈവിക ചൈതന്യത്തെ ഒന്നും കൂടെ ഒന്ന് ഉജ്ജ്വലിപ്പിക്കുവാൻ, ഒന്ന് വളർത്തുവാൻ, ആ ചൈതന്യത്തിൻ്റെ നിറവിൽ ജീവിക്കുവാൻ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് നമുക്ക് ദൈവം നൽകുന്ന മനോഹരമായ ഒരു വചനം ഇതാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 35 തിരുവചനം. നമുക്ക് വീട്ടിലൊക്കെയാണ്, ബൈബിളൊക്കെ ഒന്ന് എടുക്കാം. നമുക്ക് വചനം പഠിച്ചുകൊണ്ട്, വചനം ധ്യാനിച്ചുകൊണ്ട്, വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടിയുള്ള ഈ ഒരുക്ക ദിനങ്ങളിൽ ഏറ്റവും തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം. ബൈബിളുള്ളവർ ബൈബിളൊക്കെ ഒന്ന് എടുക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 35 വചനം ഒന്ന് വായിക്കാം. വചനം ഇപ്രകാരമാണ്: ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. വചനം ഇങ്ങനെയാണ്: ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. നമുക്ക് ഈ വചനം ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാലോ? വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും ആ വചനത്തിന്റെ അഭിഷേകം ഉണ്ടാകും. സന്തോഷത്തോടു കൂടെ നമുക്ക് വചനം ഒന്ന് ഏറ്റുപറയാം. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മൾ ഈ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മളിലുള്ള ദൈവിക ചൈതന്യത്തിന്റെ ഒരഭിഷേകം നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ഈ വചനം ഇതാ നമുക്കൊന്ന് ഏറ്റുപറഞ്ഞൊന്ന് പ്രാർത്ഥിക്കാം. ഇപ്രകാരം നമ്മൾ പ്രാർത്ഥിച്ചു. ഇനി നമ്മുടെ വീട്ടിൽ, നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ പ്രിയപ്പെട്ടവർ ഇരിപ്പുണ്ടാകാം. നമ്മുടെ പ്രിയപ്പെട്ടവരെ ഒന്ന് നോക്കിയൊന്ന് പറഞ്ഞേ. ദൂതൻ പറഞ്ഞു,
ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവേ നിന്റെ മേൽ വരും, നിന്റെ മേൽ വരും. അത്യുന്നതന്റെ അത്യുന്നതന്റെ ശക്തി ശക്തി നിന്റെ മേൽ നിന്റെ മേൽ ആവസിക്കും. ആവസിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇതൊരു കൂട്ടായ്മയുടെ നിറവിലുള്ള പ്രാർത്ഥനയാ. അപ്പൊ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അപ്പൊ എന്റെ ഭവനത്തിലുള്ള എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് വരും, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വരും. അപ്പൊ ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇതാ ഈ വചനത്തെ ഞാൻ എൻ്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തി നമ്മളൊരു പ്രാർത്ഥനയായിട്ട് അതിനെ പ്രാർത്ഥിക്കാൻ പോകുന്നു. ഇത്രയും നേരം നമ്മൾ പ്രാർത്ഥിച്ചത് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അപ്പൊ നമ്മളൊന്ന് മാറി പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും. അപ്പൊ എൻ്റെ ജീവിതത്തിന്റെ എൻ്റെ സ്വന്തമായിട്ട് ഞാൻ വചനത്തെ ഇതാ എൻ്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുന്നത്. ചേർന്ന് പറയട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒന്ന് ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. വചനം നമ്മുടെ സ്വന്തമാക്കി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവേ എന്റെ മേൽ വരും, എന്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവേ എന്റെ മേൽ വരും, എന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി എന്റെ മേൽ ആവസിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് പ്രാർത്ഥനയോടെ പറഞ്ഞ് ഇരു കരങ്ങളെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ച് പറഞ്ഞ് ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് എന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി എന്റെ മേൽ ആവസിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ ദിനങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന ഇതാകണം. പരിശുദ്ധ അമ്മയോട് ദൈവദൂതൻ പറഞ്ഞ മറുപടിയാണിത്. ഇതെല്ലാം എങ്ങനെ സംഭവിക്കും എന്നുള്ള പരിശുദ്ധ അമ്മയുടെ ചോദ്യത്തിന് ഉത്തരമായി ദൂതൻ പറഞ്ഞതാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളിലുള്ള ആകുലതകൾ മാറും, ഭയം മാറും, പേടി മാറും, ഉത്കണ്ഠ മാറും, നിരാശ മാറും. അപ്പം നമ്മളുടെ ഒരു പുതു ചൈതന്യത്താൽ, ഒരു പുത്തൻ അഭിഷേകത്താൽ ഈ പന്തക്കുസ്തായിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളെ ഉണർത്താൻ വേണ്ടി, നമ്മളെ അഭിഷേകം ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു വചനം ഈ ദിവസങ്ങളിൽ സാധിക്കുന്നത്രയും പ്രാവശ്യം ഏറ്റുപറഞ്ഞ് ആവർത്തിച്ചു പറഞ്ഞ് ആത്മാവിന്റെ നിറവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ. ചേർന്ന് പറയട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. പലതരം ഉയർത്തി സ്വരം ഉയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മളിലെല്ലാം പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ട് അല്ലേ? മാമോദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, മറ്റു കൂദാശകളുടെ സ്വീകരണത്തിലൂടെ നമുക്ക് ലഭിച്ച ഈ പരിശുദ്ധാത്മാവിന്റെ നിറവിനെ നാം ഇങ്ങനെ ഉജ്ജ്വലിപ്പിക്കണം. നമ്മളിലുണ്ട് പരിശുദ്ധാത്മാവ്. അപ്പം നമ്മളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്തെ നമ്മൾ ഉജ്ജ്വലിപ്പിക്കണം. അപ്പം നമ്മളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും എന്തിനാണ് ഇങ്ങനെ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നു? പക്ഷേ ഈ പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ട് എന്നത് സത്യമാണ്. പക്ഷേ നമ്മളിങ്ങനെ ആവർത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ചിന്തകളിലേക്ക്, നമ്മുടെ പ്രവൃത്തികളിലേക്ക്, നമ്മുടെ സംസാരത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കടന്നു വരും. നമ്മൾ അല്പം കൂടെ കൃപയുള്ളവരായി, അഭിഷേകമുള്ളവരായിട്ട് രൂപാന്തരപ്പെടും. ചേർന്ന് പറയട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ പ്രാർത്ഥന ഇതാകട്ടെ, നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന ആത്മാവിന്റെ ചൈതന്യത്തെ ഈശോയെ ഈ ദിവസങ്ങളിലെ ശുശ്രൂഷയിലൂടെ ഉജ്ജ്വലിപ്പിക്കണമേ, വളർത്തണമേ. അഭിഷേകത്താൽ, ചൈതന്യത്താൽ ഞങ്ങളുടെ ജീവിതത്തെ ഉജ്ജ്വലിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഇതാ മറ്റൊരു വചനം, ഇതാ പരിശുദ്ധാത്മാവിനെ ഈശോ സ്ലീഹന്മാർക്ക് പകർന്നു നൽകുന്ന മനോഹരമായ മറ്റൊരു വചനം. നമുക്ക് ബൈബിളുള്ളവർ ബൈബിൾ ഒന്ന് തുറക്കാം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന്, ഒന്നെടുത്തേ, വചനം എടുത്തേ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ. പക്ഷേ ബൈബിളൊക്കെ ഒന്ന് എടുത്തോ, എന്നിട്ടൊന്ന് വായിച്ചോ. ഇതാ ഇങ്ങനെയാണ്: ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക്
സമാധാനം. ചേർന്ന് പറയട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ ഈ ആഴ്ചയുടെ ആദ്യ ദിവസം എന്നത് ഉദ്ദേശിക്കുന്നത് ഈസ്റ്റർ ദിനത്തെയാണ്. അതായത് ഉദ്ധിതനായ ഈശോ ഇതാ സ്ലീഹന്മാരുടെ അടുക്കൽ പ്രത്യക്ഷപ്പെട്ട് അവരോട് പറഞ്ഞ ആദ്യത്തെ വചനം ഇതാണ്, ആദ്യത്തെ അഭിസംബോധന ഇതാണ്, നിങ്ങൾക്ക് സമാധാനം. ചേർന്ന് പറയട്ടെ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുമ്പോൾ അവസാന അധ്യായങ്ങളിൽ ഉദ്ധാനത്തിന് ശേഷം ഈശോ ഓരോ പ്രാവശ്യവും പ്രത്യക്ഷപ്പെടുമ്പോൾ ആദ്യം പറയുന്ന കാര്യം ഇതാണ്, ആദ്യം പറയുന്ന ആശംസ ഇതാണ്, നിങ്ങൾക്ക് സമാധാനം. എന്ന് വെച്ചാൽ അസ്വസ്ഥമായിരിക്കുന്ന, ദുഃഖിതമായിരിക്കുന്ന നിങ്ങളുടെ മനസ്സിന് ഇതാ സമാധാനമാണ് ഈശോ ആശംസിക്കുന്നത്. സ്ലീഹന്മാർ യഹൂദരെ ഭയന്ന് ഈശോ തങ്ങളുടെ രക്ഷകനായിരുന്നവൻ, തങ്ങളുടെ നേതാവായിരുന്നവൻ ഇതാ മരണപ്പെട്ടു. അതിൻ്റെ പേടിയിൽ, ഭയത്തിൽ, ഉത്കണ്ഠയിലായിരിക്കുന്ന സ്ലീഹന്മാരുടെ അടുക്കൽ ഈശോ വന്ന് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. പ്രിയമുള്ളവരെ, ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന നമ്മളെ നോക്കിക്കൊണ്ടും ഈശോ സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിലൂടെ നമ്മളോട് പറയുന്ന വചനം ഇതാണ്, നിങ്ങൾക്ക് സമാധാനം. എന്ന് വെച്ചാൽ നമ്മുടെ ആകുലമായ മനസ്സുകൾക്ക്, ഉത്കണ്ഠയിലായിരിക്കുന്ന മനസ്സുകൾക്ക് ഇതാ പ്രത്യാശ നൽകുന്ന, പുത്തൻ അഭിഷേകം നൽകുന്ന, പുതിയ ഉണർവ് നൽകുന്ന ദൈവീക സാന്നിധ്യം ഇതാ പരിശുദ്ധാത്മാവിലൂടെ ഈശോ നമുക്ക് പകർന്നു നൽകുമ്പോൾ നമ്മളെ ആശ്വസിപ്പിക്കുന്ന ദൈവീക വചനം ഇതാണ്, നിങ്ങൾക്ക് സമാധാനം. ചേർന്ന് പറയട്ടെ ഹല്ലേലൂയ. സ്വരം ഉയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും ഇതാ വചനം ഇങ്ങനെ പോകുന്നു, ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ചേർന്ന് പറയട്ടെ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഭയത്തോടെ, ആകുലതയോടെ, ഉത്കണ്ഠയോടെ ആയിരുന്ന സ്ലീഹന്മാരുടെ മേല് ഇതാ ഈശോ നിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ പകർന്നു നൽകുന്നതിൻ്റെ ഒരു പ്രതീകാത്മകമായ അടയാളമായിട്ടാണ് നമുക്കതിനെ കാണുവാൻ സാധിക്കുന്നത്. എന്ന് വെച്ചാൽ പുതുജീവൻ നൽകുന്ന, ഒരു പുത്തൻ അഭിഷേകം നൽകുന്ന ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനമായിട്ട് നമുക്കിതിനെ കാണാം. ചേർന്ന് പറയട്ടെ ഹല്ലേലൂയ. നമുക്കിത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് പഴയ നിയമ ഗ്രന്ഥത്തില് ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തില് നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്. ഈശോ ഇതാ ആദത്തെ സൃഷ്ടിച്ചതിന് ശേഷം ഇതാ അവനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മെനഞ്ഞെടുത്തതിന് ശേഷം ജീവശ്വാസം അവനിലേക്ക് നിശ്വസിക്കുകയാണ്. വചനം ഇങ്ങനെയാണ്, ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 7-ാം തിരുവചനം. ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. ചേർന്ന് പറയട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. അപ്പോൾ മനുഷ്യനെ ജീവിതത്തിലേക്ക്, ജീവനിലേക്ക്, പുതിയ അഭിഷേകത്തിലേക്ക്, പുതു ചൈതന്യത്തിലേക്ക് നയിക്കുന്നതാണ് ഈശോ സ്ലീഹന്മാർക്ക് പകർന്നു നൽകിയ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ജീവശ്വാസം അവരിലേക്ക് നിശ്വസിച്ചു. ഇതാ പരിശുദ്ധാത്മാവിനെ ഇതാ തന്നിലുള്ള ഈശോയിൽ പിതാവായ ദൈവം നിക്ഷേപിച്ച പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്തെ സ്ലീഹന്മാരിലേക്ക് ഈശോ പകുത്തു നൽകി. ചേർന്ന് പറയട്ടെ ഹല്ലേലൂയ. വലതുകരം ഒന്ന് ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്നൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനെ ഈശോ സ്ലീഹന്മാർക്ക് നൽകിയപ്പോൾ അവരുടെ ജീവിതത്തിന് പുതിയ ഉണർവ് ലഭിച്ചു, പുത്തൻ അഭിഷേകം ലഭിച്ചു. ചേർന്ന് പറയുന്നു ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവിനെ ലഭിച്ച സ്ലീഹന്മാർക്ക് മാറ്റമുണ്ടായോ?
ഉണ്ടായോ? നോക്കിയേ, ഈ സ്ലീഹന്മാരുടെ ജീവിതത്തിലേക്ക് ഈശോ പരിശുദ്ധാത്മാവിനെ പകർന്നു നൽകി. മാമുദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ നമുക്കും ഈശോ പരിശുദ്ധാത്മാവിനെ നൽകി. നോക്കിയേ, സ്ലീഹന്മാർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചിട്ട് അവർക്ക് മാറ്റമുണ്ടായോ? ഉണ്ടായോ? ഒന്ന് ചിന്തിച്ചേ. ഇല്ല, അവർക്ക് യാതൊരു മാറ്റവും ഉണ്ടായില്ല. ഈശോ പരിശുദ്ധാത്മാവിനെ അവരിലേക്ക് നിശ്വസിച്ചപ്പോൾ ഇതാ അവര് പഴയ ജീവിത രീതിയിലേക്ക് വീണ്ടും പോവുകയാണ്. നമ്മൾ വചനത്തിൽ കാണുന്നു, അവരിതാ തങ്ങളുടെ ആ വലയൊക്കെ എടുത്തുകൊണ്ട് മീൻ പിടിക്കാനായിട്ട് പോവുക. എന്ന് വെച്ചാൽ അവരുടെ പഴയ ജീവിത രീതിയിലേക്ക്. അപ്പം പരിശുദ്ധാത്മാവ് വന്നിട്ടും സ്ലീഹന്മാരിൽ മാറ്റമുണ്ടായില്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ട്, പക്ഷേ നമുക്ക് മാറ്റമില്ല എങ്കിൽ നമ്മൾ അവിടെ ചെയ്യേണ്ടത് എന്താണ് എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുക. ഇതാ അവർ പഴയ ജീവിത രീതിയിലേക്ക് പോയി. പക്ഷേ പരിശുദ്ധാത്മാവിനെ കൂടാതെ, ദൈവത്തെ കൂടാതെ അധ്വാനിച്ചിട്ട് അവർക്ക് ഫലം കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. രാത്രി മുഴുവൻ അവർ അധ്വാനിച്ചു, പക്ഷെ അവർക്കൊന്നും കിട്ടിയില്ല. വചനം പറയുകയാണ്, ഒരു രാത്രിയുടെ അധ്വാനം മുഴുവൻ അവർക്ക് ലഭിച്ചത് നിരാശ മാത്രമാണ്. പിറ്റേന്ന് പ്രഭാതത്തിൽ ഈശോ വരുന്നു, വള്ളത്തിന്റെ വലതുവശത്ത് വലയെറിയാൻ പറയുന്നു. അങ്ങനെ വല നിറച്ചവർക്ക് മത്സ്യം ലഭിക്കുന്നതായിട്ട് വചനത്തിൽ നാം കാണുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനെ ലഭിച്ചിട്ടും ആ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്തിൽ നിലനിൽക്കാതെ പഴയ ജീവിത രീതിയിലേക്ക് പോയപ്പോൾ അവരുടെ അധ്വാനങ്ങൾ ഫലം ചൂടുന്നില്ല. അപ്പൊ നമ്മുടെ ഉള്ളിലും ദൈവം മാമോദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, മറ്റു കുദാശകളുടെ സ്വീകരണത്തിലൂടെ പരിശുദ്ധാത്മാവിനെ പകർന്നു നൽകിയിട്ടുണ്ടെങ്കിലും നമ്മുടെ സ്വഭാവ രീതികൾക്ക് മാറ്റമില്ലെങ്കിൽ സ്ലീഹന്മാരെ പോലെ നമ്മളും നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ സ്വരത്തിന് കാതുകൊടുക്കാത്ത വ്യക്തികളായിട്ട് മാറുന്നത് കൊണ്ടാ. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്തെ ജീവിതത്തിൽ സ്വന്തമാക്കി നമ്മൾ മുന്നോട്ട് പോകാത്തതുകൊണ്ടാ. ചേർത്ത് പറയട്ടെ ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ലഭിച്ച ഈ ആത്മാവിന്റെ ചൈതന്യത്തെ ഈ പന്തക്കുസ്ത ഒരുക്ക ധ്യാനത്തിലൂടെ നമുക്ക് ഉജ്ജ്വലിപ്പിക്കണം, നമുക്ക് വളർത്തിയെടുക്കണം. ആ ദൈവിക ചൈതന്യത്തിന്റെ നിറവിലേക്ക് നമ്മൾ കടന്നു വരണം. അതിനാണ് ഈശോ ഈ ലോകത്തിലേക്ക് കടന്നു വന്നതും പരിശുദ്ധാത്മാവിനെ തിരികെ പോകുമ്പോൾ നമുക്കായി വാഗ്ദാനം നൽകിയത്. ഈശോ പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം തിരുവചനത്തിന്റെ 2-ാം ഭാഗത്തിലൂടെ ഇങ്ങനെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായ. അപ്പൊ ജീവന്റെ സമൃദ്ധി നമുക്ക് പകർന്നു നൽകുന്നത് പരിശുദ്ധാത്മാവിന്റെ ചൈതന്യമാണ്. വലതുകരം ഉയർത്തി സർവ്വയർത്തി പറയട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ പരിശുദ്ധാത്മാവിനെ സ്ലീഹന്മാരുടെ ജീവിതത്തിലേക്ക് ഈശോ പകർന്നു നൽകിയെങ്കിലും ആ പരിശുദ്ധാത്മാവിന്റെ നിറവ് അവർക്ക് ലഭിക്കുന്നത് അവർ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിലാണ് എന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നു. പന്തക്കുസ്താ ദിനത്തിൽ ഇതാ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവരിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാകുന്നു, അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്നു, അവരുടെ പ്രവർത്തനങ്ങളിൽ മാറ്റമുണ്ടാകുന്നു. അതാണ് നമ്മൾ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ വായിക്കുന്നത്. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് എടുക്കാം. ബൈബിൾ ഒന്ന് എടുത്തേ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ ഒന്ന് തുറന്നേ. 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അതിൻ്റെ ഹെഡിങ് ഇപ്രകാരമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം. കിട്ടിയോ? ബൈബിൾ എടുത്തോ? അമിച്ചയൊക്കെ ബൈബിൾ എടുത്തോ? ഒന്ന് നോക്കിക്കേ, വായിച്ചേ. പന്തക്കുസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ചേർന്ന് പറയട്ടെ ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പന്തക്കുസ്താ ദിവസം സ്ലീഹന്മാര് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതാ ദൈവത്തിന്റെ ചൈതന്യം അവരുടെ മേൽ വന്നു പതിക്കുകയും പരിശുദ്ധാത്മാവ് അവരിൽ നിറയുകയും ചെയ്തപ്പോൾ അവരിതാ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. അവരുടെ പേടി മാറി,
ഭയം മാറി, ആകുലത മാറി, ഉത്കണ്ഠ മാറി, പഴയ ജീവിത രീതിയിലേക്ക് പിന്നീട് അവർ തിരികെ പോയിട്ടില്ല. വചനം സാക്ഷ്യപ്പെടുന്നതാണ്. ഇതാ പഴയ ജീവിതത്തിലേക്കല്ല അവർ തിരികെ പോകുന്നത്, മറിച്ച് പെന്തക്കോസ്ത് ദിവസം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച സ്ലീഹന്മാര് ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെ കുറിച്ച് എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന്, എങ്ങനെയാണ് ലോകത്തിന് ജീവൻ പകർന്നു നൽകിയതെന്ന് പ്രഘോഷിക്കുവാനായിട്ട് പോയി. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം അവരിൽ പൂർണ്ണമായി നിറഞ്ഞപ്പോൾ, അവർ പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ സ്വഭാവ രീതികളിൽ മാറ്റം വന്നു, അവരുടെ ചിന്താരീതികളിൽ മാറ്റം വന്നു. അവരുടെ മനസ്സിൻ്റെ ഭാരം മാറി, സങ്കടം മാറി, പ്രയാസങ്ങൾ മാറി. അവർ കരുത്തുള്ളവരായി തീർന്നു, ശക്തിയുള്ളവരായി തീർന്നു. അവരിതാ ദൈവത്തെ പ്രഘോഷിക്കുന്ന സുവിശേഷ പ്രഘോഷകരായിട്ട് രൂപാന്തരപ്പെട്ടു. ചേർന്ന് പറയട്ടെ ഹല്ലേലൂയ. വലതുകരമുയർത്തി സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഇതാ ആത്മാവിനാൽ നമ്മൾ നിറയപ്പെടുമ്പോൾ, നമ്മളിലുള്ള ദൈവീക ചൈതന്യത്തെ നമുക്ക് വളർത്തുവാനായിട്ട് സാധിക്കുമ്പോൾ, ആ ചൈതന്യത്തിൻ്റെ നിറവിൽ ജീവിക്കുവാനായിട്ട് സാധിക്കുമ്പോൾ, നമ്മളിലുള്ള ഭയം, പേടി, ആകുലത, ഉത്കണ്ഠ, നിരാശ ഇവയെല്ലാം എടുത്തു മാറ്റി പ്രത്യാശ നൽകി, പുതിയ ചൈതന്യം നൽകി, പുത്തൻ അഭിഷേകം നൽകി പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നതായിട്ട് നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ചേർന്ന് പറയട്ടെ ഹല്ലേലൂയ. ഇതാ നമ്മൾ ആരംഭത്തിൽ പഠിച്ച ഒരു വചനം, ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ തിരുവചനം. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധ അമ്മയോട് ദൈവദൂതൻ പറഞ്ഞ വചനമാണിത്. ഈ വചനത്തിൽ വിശ്വസിച്ച് പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുത്തപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടായി. ദൈവപുത്രന്റെ മാതാവായി പരിശുദ്ധ അമ്മ രൂപാന്തരപ്പെടുന്നു. അതുമാത്രമല്ല, പരിശുദ്ധ അമ്മയുടെ സ്വഭാവത്തില്, പരിശുദ്ധ അമ്മയുടെ ചിന്താരീതികളില് ഇതാ വലിയ മാറ്റം സംഭവിക്കുകയാണ്. പ്രതികൂല സാഹചര്യങ്ങളിൽ പരാതികളില്ലാതെ, പരിഭവങ്ങളില്ലാതെ, സന്തോഷത്തോടെ, ദൈവിക കണ്ണുകളിലൂടെ, ദൈവിക കാഴ്ചപ്പാടുകളിലൂടെ അവയെ സ്വീകരിക്കുവാനുള്ള വലിയൊരു ചൈതന്യം പരിശുദ്ധ അമ്മയ്ക്ക് ലഭിക്കുകയാ. ചേർന്ന് പറയട്ടെ ഹല്ലേലൂയ. ഇതാ പരിശുദ്ധാത്മാവിന് നിറവ് ലഭിച്ചപ്പോൾ ഗർഭവതിയായ പരിശുദ്ധ അമ്മ ഇതാ എലീശ പുണ്യവതിയെ സഹായിക്കുവാനായിട്ട് പോവുകയാണ്. ഇതാ തൻ്റെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റിവെച്ചുകൊണ്ട് ഇതാ തൻ്റെ ചാർച്ചക്കാരിയായ എലീശ അമ്മയെ സഹായിക്കാൻ പാകത്തിന് തുറവിയുള്ള ഒരു മനസ്സ് നൽകി ദൈവം പരിശുദ്ധ അമ്മയെ അനുഗ്രഹിക്കുന്നു. എപ്പോഴാണ്? ആ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്താൽ പരിശുദ്ധ അമ്മ നിറയപ്പെട്ടപ്പോൾ. വീണ്ടും ഇതാ പരിശുദ്ധ അമ്മയെയും കൂട്ടിക്കൊണ്ട് യോസേപ്പ് പിതാവ് യാത്ര ചെയ്യുകയാണ്. യാത്രയുടെ ഇടയിൽ പരിശുദ്ധ അമ്മയ്ക്ക് കുഞ്ഞിനെ ജന്മം കൊടുക്കുവാനായിട്ടുള്ള സമയമാവുകയാണ്. പലയിടങ്ങളിലും അന്വേഷിച്ചു, എവിടെയും ഒരു സത്രത്തിൽ പോലും അവർക്ക് ഇടം ലഭിച്ചില്ല. ആയതിനാൽ ഒരു പുൽക്കൂട്ടിൽ പരിശുദ്ധ അമ്മ തൻ്റെ കുഞ്ഞുണ്ണിക്ക്, ഉണ്ണീശോയ്ക്ക് ജന്മം കൊടുക്കുമ്പോൾ ഇതാ പരിശുദ്ധ അമ്മ പരാതിപ്പെടുന്നില്ല, യോസേപ്പ് പിതാവിനെ കുറ്റപ്പെടുത്തുന്നില്ല. എന്തുകൊണ്ടാ മനുഷ്യ, നിങ്ങൾക്കൊരു നല്ലൊരു ഭവനം പോലും ഇതാ ഈ പ്രസവത്തിന് വേണ്ടിയിട്ട് കണ്ടെത്തുവാൻ സാധിച്ചില്ലേ എന്ന് ചോദിച്ച് കുറ്റപ്പെടുത്തുന്നില്ല. അതായത് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പരിശുദ്ധ അമ്മയിൽ കടന്നു വന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ സംശയങ്ങൾ മാറി, ആകുലതകൾ മാറി. ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളെ ഇതാ പ്രത്യാശയോടെ നേരിടുവാനായിട്ടുള്ള ഒരാത്മീയ ചൈതന്യം പരിശുദ്ധ അമ്മയ്ക്ക് ലഭിക്കുകയായി. ഈശ്വരന് പറയട്ടെ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് നിറവ് ലഭിച്ചപ്പോൾ പരിശുദ്ധ അമ്മയുടെ എല്ലാ ആകുലതകളും മാറുന്നു. പ്രതികൂല സാഹചര്യങ്ങളിൽ പ്രത്യാശയോടെ മുന്നേറുവാനുള്ള കരുത്ത് പരിശുദ്ധ അമ്മയ്ക്ക് ലഭിക്കുകയായി. ചേർന്ന് പറയട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ പെന്തക്കോസ്ത് ദിനത്തിനായിട്ട്, പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിനായിട്ട് ഒരുങ്ങുന്ന 10 ദിനങ്ങൾ.
പരിശുദ്ധ അമ്മയോട് നമ്മൾ മാധ്യസ്ഥം അപേക്ഷിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്ലീഹന്മാരെ പരിശുദ്ധ അമ്മ ഇങ്ങനെ പന്തക്കുസ്താ ദിനത്തിനു വേണ്ടി ഒരുക്കിയതുപോലെ പരിശുദ്ധ അമ്മയെ പ്രിയ മക്കളായ ഞങ്ങളെയും പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെ സ്വീകരിക്കുവാനായിട്ട് ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോട് നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും ഈശോ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല. ആ വചനത്തിൻ്റെ അഭിഷേകത്താൽ സഹായകനായ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങളിലേക്ക് അയക്കും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങൾ കരുത്തുള്ളവരാകും, ശക്തിയുള്ളവരാകും. അപ്പം നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ ദിനങ്ങളിൽ പ്രാർത്ഥിക്കാൻ, ഞങ്ങൾക്ക് ലഭിച്ച ഞങ്ങളിലുള്ള ദൈവീക ചൈതന്യത്തെ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെ കൂടുതൽ ഉജ്ജ്വലിപ്പിക്കുവാൻ, കൂടുതൽ വളർത്തുവാൻ ആത്മാവിൻ്റെ നിറവ് നൽകി, അഭിഷേകം നൽകി, കൃപാവരം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും വളർത്തണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്കെല്ലാവർക്കും കൈകളൊന്ന് കുപ്പിപ്പിടിക്കാം, കണ്ണുകളൊന്ന് അടയ്ക്കാം. ഇതാ നമ്മൾ തുടർന്ന് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ കർത്താവായ ഈശോയെ, വാഗ്ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മയോട് ദൈവദൂതൻ പറഞ്ഞതുപോലെ ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ കർത്താവേ, പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ ജീവിത മേഖലകളിലേക്ക്, ഞാനായിരിക്കുന്ന എൻ്റെ ജീവിതത്തിൻ്റെ ചുറ്റുപാടിലേക്ക് അയക്കണമേ. മാമുദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, മറ്റു കുദാശകളുടെ സ്വീകരണത്തിലൂടെ എനിക്ക് ലഭിച്ച ആത്മീയ ചൈതന്യത്തെ വളർത്തുവാൻ, അതിനെ പരിപോഷിപ്പിക്കുവാൻ, ആത്മാവിൻ്റെ നിറവിനാൽ എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനായിട്ടുള്ള കൃപ നൽകി, അഭിഷേകം നൽകി ഈശോയെ എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ദൈവത്തിൻ്റെ ചൈതന്യമേ, എന്നിലേക്ക് എഴുന്നള്ളി വരണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ, ഒരു പുതിയ സൃഷ്ടിയാക്കി എന്നെ രൂപാന്തരപ്പെടുത്തണമേ. ഈ പ്രാർത്ഥനയോടെ ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഈ വചനം നമുക്ക് നമ്മുടെ സ്വന്തമായിട്ട് ആവർത്തിച്ച്, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും. ഇപ്രകാരം ഏറ്റുപറഞ്ഞുകൊണ്ട്, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും. ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ദിവ്യകാരുണ്യ ഈശോയെ, ആത്മാവിൻ്റെ നിറവ് നൽകി, അഭിഷേകം നൽകി എന്നെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ദിവ്യകാരുണ്യ ഗീതത്തോട് ചേർന്ന് ആരാധനയിലേക്ക് പ്രവേശിക്കാം. ദൈവപുത്രാംഗിക്കാരാധന, യേശുനാഥാംഗിക്കാരാധന. ദൈവപുത്രാംഗിക്കാരാധന, യേശുനാഥാംഗിക്കാരാധന. ദൈവപുത്രാംഗിക്കാരാധന, യേശുനാഥാംഗിക്കാരാധന. ദൈവപുത്രാംഗിക്കാരാധന, യേശുനാഥാംഗിക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാം അംഗിക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാം അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന. ഈശോയെ നോക്കിക്കൊണ്ട് ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന,
അങ്ങേക്കാരാധന. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തെ, ഇതാ നമ്മളെ അനുഗ്രഹിക്കുവാൻ വന്ന ദൈവപിതാവിനെ, പുത്രനായ യേശു ക്രിസ്തുവിനെ നമ്മളിതാ പാടി ആരാധിക്കുന്നു. യേശുനാഥ അങ്ങേക്ക് ആരാധന. പുത്രനായ യേശു ക്രിസ്തുവെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. സമാധാന പ്രഭുവേ ആരാധന, ആശ്വാസപ്രദനേ ആരാധന. ഈശോയെ നോക്കിക്കണ്ട് സമാധാന പ്രഭുവേ ആരാധന, ആശ്വാസപ്രദനേ ആരാധന. എന്റെ വീണ്ടുലവൻ, എന്റെ സൗഖ്യമവൻ, എന്റെ മോചനദ്രവ്യം അവൻ ആരാധന. എന്റെ വിടുതലവൻ, എന്റെ സൗഖ്യമവൻ, എന്റെ മോചനദ്രവ്യം അവൻ ആരാധന. ആരാധന എല്ലാവരും ഈശോയെ ആരാധിച്ചുകൊണ്ട് ആരാധന, ഇരുകരങ്ങളും ഈശോയിലേക്ക് നീട്ടി ആരാധന അങ്ങേക്കാരാധന. ഹൃദയത്തിൽ ഈശോയെ സ്തുതിച്ചുകൊണ്ട് ആരാധന ആരാധന, അങ്ങേക്കാരാധന. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ആരാധന, സ്തുതി അങ്ങേക്ക് മഹത്വം. എല്ലാവരും ഈശോയെ നോക്കി ഈശോയെ ആരാധിച്ചേ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ഹല്ലേലൂയ. ആമേൻ. ചേർന്ന് പാടി ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആവർത്തിച്ചു പാടി, ആവർത്തിച്ചു പാടി ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹൃദയത്തിൽ ഈശോയെ സ്തുതിച്ച് അതരങ്ങളിൽ ഹല്ലേലൂയ ഗീതികള് ഇതാ നമ്മെ അനുഗ്രഹിക്കുവാനായി ഈശോയെ ആരാധിച്ച് കരങ്ങളെ ഉയർത്തി ഈശോയെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനുഗ്രഹിക്കുവാനായി അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്നു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയില് സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധാത്മ അഭിഷേക ധ്യാനത്തിൻ്റെ നിമിഷങ്ങൾ, ആത്മീയ നിറവിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തെ വീണ്ടും ജ്വലിപ്പിക്കുവാൻ ഇതാ ആത്മാവിൻ്റെ അഭിഷേകത്തിനായി പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ദിവസങ്ങളാണ്. ആത്മാവായ ദൈവമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. വചനത്തിലൂടെ നാം ശ്രവിച്ചു, ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവിന്റെ നിറവ് ദൈവീക ശക്തിയിലേക്ക്, പുതിയ സൃഷ്ടിയിലേക്ക് നമ്മെ ഓരോരുത്തരെയും നയിക്കുമെന്ന് വചനത്തിലൂടെ നാം കാണുകയുണ്ടായി. ദൈവത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. പരിശുദ്ധ അമ്മ ജീവിതത്തിൽ ഒരു അസ്വസ്ഥത കടന്നു വന്നപ്പോൾ ഇതെല്ലാം എങ്ങനെ സംഭവിക്കും എന്ന ആകുല മനസ്സോടെ ദൈവദൂതനെ നോക്കിയപ്പോൾ ദൂതൻ പറഞ്ഞ മറുപടിയാ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയമക്കളായ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ വിവിധങ്ങളായ ജീവിത പ്രതിസന്ധികളാൽ നീറുന്നവയാ. വചനത്തിലൂടെ അങ്ങ് ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11:28 വചനത്തിലൂടെ അങ്ങ് ഞങ്ങളെ ഓർമ്മപ്പെടുത്തുമ്പോൾ, കർത്താവേ, അസ്വസ്ഥമായ മനസ്സുകളുമായി ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളുമായി നിന്റെ മുൻപിൽ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയ മക്കളുടെ മേൽ കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിനെ നീ അയക്കണമേ.
പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അസ്വസ്ഥമായ മനസ്സുകൾക്ക് ആശ്വാസം ലഭിക്കും. കർത്താവേ, അങ്ങ് വചനത്തിലൂടെ ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയല്ലോ, ആഴ്ചയുടെ ആദ്യ ദിനം ഈസ്റ്ററിന്റെ ദിനത്തിൽ തന്നെ ദൈവമേ, നിന്റെ പുത്രനായ യേശു ക്രിസ്തു സ്ലീഹന്മാരുടെ മധ്യേ കടന്നു വന്ന് ആശംസിച്ചത് നിങ്ങൾക്ക് സമാധാനമെന്ന്. കർത്താവേ, അസ്വസ്ഥമായ മനസ്സുകളെ, അസ്വസ്ഥമായ ജീവിത സാഹചര്യങ്ങളെ, അസ്വസ്ഥമായിരിക്കുന്ന കുടുംബ ബന്ധങ്ങളെ നിന്റെ സമാധാനത്തിന്റെ നിറവിനാൽ ആശ്വസിപ്പിക്കണമേ. ആത്മാവായ ദൈവമേ, നിന്റെ നിറവിനാല് പുതുസൃഷ്ടികളാക്കി പുതിയ ചൈതന്യത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കണമേ. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ഇതാ സ്ലീഹന്മാര് ശക്തി പ്രാപിച്ചു. അപ്പസ്തോലന്മാർ പരിശുദ്ധാത്മാവിന്റെ നിറവിനെ സ്വീകരിച്ചപ്പോൾ കരുത്തുള്ളവരായി. എന്തിനെ ഓർത്തവർ പേടിച്ചിരുന്നുവോ, അസ്വസ്ഥപ്പെട്ടിരുന്നുവോ, ആ പ്രതിസന്ധിയെ അതിജീവിച്ചുകൊണ്ട് ഇതാ ദൈവവചനത്തിന് സാക്ഷ്യം വഹിക്കുന്നവരായിട്ട് സ്ലീഹന്മാർ മാറിയതുപോലെ കർത്താവേ, ഞങ്ങളായിരിക്കുന്ന ജീവിത സാഹചര്യത്തിൽ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ പാകത്തിന് ആത്മാവിന്റെ നിറവ് നൽകി, അഭിഷേകം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും ഉണർത്തണമേ. അപ്പസ്തോലന്മാർക്ക് നൽകിയ ആ ചൈതന്യത്തെ, അപ്പസ്തോലന്മാരിലേക്ക് പകർന്നു നൽകിയ ദൈവീക ചൈതന്യത്തെ ആത്മാവായ ദൈവമേ ഞങ്ങളിലേക്കും പകർന്നു നൽകണമേ. കർത്താവേ, ആ പരിശുദ്ധാത്മാവിന്റെ നിറവ് നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമെന്ന് ഈ നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് നേറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന്റെ നിറവ് നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, ഈ വചനത്തിന്റെ അഭിഷേകത്താൽ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. അപ്പസ്തോലന്മാരെ അഭിഷേകം ചെയ്ത ദൈവ ചൈതന്യമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഭയവും പേടിയും ആകുലതയും ഉത്കണ്ഠയും എടുത്തുമാറ്റി ധൈര്യം നൽകി, പ്രത്യാശ നൽകി, സ്നേഹം നൽകി, സന്തോഷം നൽകി, ആനന്ദം നൽകി. ഈശോയെ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരു കരങ്ങളും ഉയർത്തി ഈശോയെ സ്തുതിച്ചെന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളില് സ്വരം ഉയർത്തി ദിവ്യകാരുണ്യ ഈശോയെ നോക്കി എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. അപ്പസ്തോലന്മാരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യമേ ഞങ്ങളിലേക്ക് ഒഴുകിയിറങ്ങണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആവർത്തിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പസ്തോലൻ ആരാധിച്ച പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ, ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമടിച്ചുകൊണ്ട് ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. അപ്പസ്തോലർ ആരാധിച്ച പരിശുദ്ധാത്മാവേ, നമ്മൾ ആരംഭത്തിൽ പാടിയ അതേ ഗാനം വീണ്ടും ഇതാ ഉണർവോടെ അഭിഷേകത്തോടെ ഇന്നിന്റെ ഗാനമായിട്ട് ഈ ഗാനം നമ്മളെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുന്നു. അപ്പസ്തോലർ ആരാധിച്ച പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, അഭിഷേക ചൈതന്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ആരാധിച്ച് സ്തുതിച്ച് ഹൃദയത്തിൽ ഈശോയെ സ്തുതിച്ചുകൊണ്ട് എല്ലാവരും സന്തോഷത്തോടെ കരമടിച്ച് ചേർന്ന് പാടട്ടെ, പ്രാർത്ഥിക്കട്ടെ. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ. ഈശോയെ നോക്കിക്കൊണ്ട് സന്തോഷത്തോടെ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു.
കൂടി ആവർത്തിച്ച് അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നിറയണമേ നീ നിന്നുള്ളിൽ തീനാവുകളായി, ഒഴുകണമേ നീ നിന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ നിന്നുള്ളിൽ തീനാവുകളായി, ഒഴുകണമേ നീ നിന്നുള്ളിൽ പുതിയൊരു നദിയായി. തിങ്കളിൽ പോലും രണ്ടായി മാറ്റിയൊരു അഭിഷേകം കാട്ടി, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലന്മാരിലേക്ക് പകർന്നു നൽകിയ ദൈവിക ചൈതന്യം ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഒഴുക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ നീ ശക്തിപ്പെടുത്തണമേ. ജോർദാൻ നദിയില് ഈശോയെ ജ്ഞാനസ്നാന വേളയില് അങ്ങയിലേക്ക് സ്വർഗം തുറന്നിറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം ഇതാ അങ്ങയെ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്ന, ആരാധിച്ചു പ്രാർത്ഥിക്കുന്ന ദൈവമക്കളിലേക്ക് ആത്മാവിന്റെ നിറവായി, ആത്മാവിന്റെ ചൈതന്യമായി, ആത്മാവിന്റെ അഭിഷേകമായി, പുത്തനുണർവായി നീ പകർന്നു നൽകണമേ. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഇതാ കർത്താവിന്റെ ആത്മാവെ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ജ്ഞാനം പകരണമേ, അറിവ് നൽകണമേ, ഓർമ്മശക്തി നൽകണമേ, വിവേകം നൽകണമേ, വിശുദ്ധി നൽകണമേ. പരിശുദ്ധാത്മാവെ ക്ഷമിക്കുവാനുള്ള കൃപ നൽകണമേ. ആത്മാവിന്റെ ഫലങ്ങളാൽ, വരങ്ങളാൽ, ദാനങ്ങളാൽ ഞങ്ങളെ നിറക്കണമേ. ജോർദാൻ നദിയിൽ ഇറങ്ങി വന്നൊരു ദൈവിക ചൈതന്യമേ, ഞങ്ങളിലേക്ക് നീ എഴുന്നള്ളി വരണമേ, ശക്തിപ്പെടുത്തണമേ, അഭിഷേകം ചെയ്യണമേ. ആഗ്രഹത്തോടെ കരമടിച്ച് ചേർന്ന് പാടട്ടെ. ആത്മാവിനെ നിറയ്ക്കണമേ, അഭിഷേകം ചെയ്യണമേ. പുതു സൃഷ്ടികളാക്കി പുത്തൻ അഭിഷേകം നൽകി ഇത് ചൈതന്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ജോർദാൻ നദിയിൽ ഇറങ്ങി വന്ന ആത്മാവെ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ജോർദാൻ നദിയിൽ മാടപ്രാവിൻ രൂപത്തിൽ വന്ന് യേശുവിനെ മരുഭൂമിയിൽ നയിച്ചൊരു പരിശുദ്ധാത്മാവേ, ആരാധിച്ചുകൊണ്ട് ശക്തി നൽകണമേ. സാത്താൻ മുന്നിൽ പ്രലോഭനത്തിൽ തെല്ലും പതറാതെ അഭിഷേകത്തോടെ എന്നെ നയിക്കും പരിശുദ്ധാത്മാവേ. നിറയണമേ നീ ഒഴുകണമേ നീ നിന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ നിന്നുള്ളിൽ തീനാവുകളാ, ഒഴുകണമേ നീ നിന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കടൽ പോലും രണ്ടായി മാറ്റി ഒരു അഭിഷേകം കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ,
പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. ജീവൻ പകരണമേ. പരിശുദ്ധാത്മാവേ 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 ജീവൻ പകരണമേ. സൗഖ്യം നൽകണമേ. പരിശുദ്ധാത്മാവേ 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 സൗഖ്യം നൽകണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ജ്ഞാനം പകരണമേ. പരിശുദ്ധാത്മാവേ ജ്ഞാനം പകരണമേ. ഹല്ലേലൂയ കരങ്ങൾ ഉയർത്തി ആരാധിച്ചുകൊണ്ട് ഹല്ലേലൂയ എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ 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 പാടിക്കേ ഹല്ലേലൂയ വിശ്വാസത്തോടെ പരിശുദ്ധാത്മാവിന്റെ നിറവ്. ഹല്ലേലൂയ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ആത്മാവേ എഴുന്നള്ളണമേ, ശക്തിപ്പെടുത്തണമേ, അഭിഷേകത്താൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അധരങ്ങളിൽ ഹല്ലേലൂയ ഗീതികള്, ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനുള്ള ആഗ്രഹം ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 സ്തുതിക്കുന്നു നാഥാ. ഹല്ലേലൂയ 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 സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് പന്തക്കോസ്തിയുടെ അനുഭവം പകർന്നു നൽകണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇരുകരങ്ങളും ഹൃദയത്തോട് ചേർത്ത് കണ്ണുകളെ ശാന്തമായി നമുക്ക് നടക്കാം. ആരംഭം മുതൽ നമ്മൾ പഠിച്ച ഒരു വചനം ഇതാ. ലൂക്കാസ് സുവിശേഷം 1:35 തിരുവചനം. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി നമുക്ക് ഹൃദയത്തിൽ ഏറ്റുപറയാം. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും. കർത്താവേ, ഈ ഒരു അഭിഷേകം, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും, ഈ ഒരു നിറവ് നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ആത്മാവായ ദൈവമേ, പരിശുദ്ധ അമ്മയെ ശക്തിപ്പെടുത്തിയതുപോലെ, പുതിയ അഭിഷേകം, പുത്തൻ ചൈതന്യം നൽകിയതുപോലെ ഞങ്ങളെ ഓരോരുത്തരെയും ദൈവകൃപയാൽ, പുത്തൻ ചൈതന്യത്താൽ, പുത്തൻ അഭിഷേകത്താൽ നിറയ്ക്കുവാനായി ഈ ദിവികാരുണ്യ ആരാധനയിലൂടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. നമ്മുടെ ഇന്നിൻ്റെ ശുശ്രൂഷയുടെ എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും ഹൃദയത്തിൽ ഓർക്കാം. ദിവികാരുണ്യനാഥന് സമർപ്പിക്കാം. കർത്താവേ, നിന്റെ കൃപകളാൽ, നിന്റെ അനുഗ്രഹത്താൽ, ആത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അഭിഷേകം ഞങ്ങളിലേക്ക് ശരിയണമേ. യേശുവേ നന്ദി, യേശുവേ ആരാധന. സാധിക്കുന്നവരെല്ലാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ഒന്ന് മുട്ടിന്മേലായിരുന്നു കൊണ്ട് ദിവികാരുണ്യനാഥൻ്റെ കൃപയൂറുന്ന ആശീർവാദം സ്വീകരിക്കുവാനായി നമ്മളെ തന്നെ ഒരുക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരീ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ.
പരിശുദ്ധ പരമ ദിവികാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ തൊട്ട് അനുഗ്രഹിച്ച പരിശുദ്ധ പരമ ദിവികാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം ഞങ്ങളിലേക്ക് പകർന്നു നൽകിയ പരിശുദ്ധ പരമ ദിവികാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.